സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഉപ്പുമുളകും എന്ന ഒറ്റ സീരിയൽ കൊണ്ടാണ് താരം മലയാളികൾക്കിടയിൽ കൂടുതൽ സുപരിചിതയായത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയതെന്ന് നിഷ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. താൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വിവാഹിതയായത്. എന്നാൽ ആ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല എന്നും നിഷ വെളിപ്പെടുത്തിയിരുന്നു. ഈ ബന്ധത്തിൽ നിഷ സാരംഗിന് 2 പെൺമക്കളാണുള്ളത്. അതേസമയം മക്കളൊക്കെ വലുതായതോടെ നിഷ വീണ്ടും വിവാഹം കഴിക്കുമോ എന്ന് പല അഭിമുഖങ്ങളിലും ചോദ്യമുയർന്നിരുന്നു. എങ്കിലും ഇനിയൊരു വിവാഹം തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നാണ് നിഷ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇതാ തന്റെ ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്ന ആഗ്രഹം പങ്കിട്ടിരിക്കുകയാണ് നിഷ. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങി. മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർ നമ്മുടെ കാറ്റഗറി അല്ല. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണമെന്നില്ല, അവർ അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ നമ്മളെ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്ന് തോന്നും. നമ്മൾ ആ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാനൊക്കെ തുടങ്ങും. അഭിനയ ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് അഭിനയിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത്രയ്ക്കും തിരക്കിനിടയിൽ എന്റെ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഒരു സുഹൃത്തോ പങ്കാളിയോ ആവശ്യമാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആരുമില്ലെങ്കിൽ നമ്മുടെ മനസ്സ് പതറിപ്പോകും. 50 വയസ്സിൽ എന്നെ എനിക്ക് ഹാപ്പിയായി നിർത്തിയാൽ മാത്രമേ എന്റെ ആരോഗ്യത്തെ നാളെ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. അപ്പോൾ ഞാൻ എന്നെ സ്വയം ഓർക്കുകയല്ലേ വേണ്ടത് എന്നും നിഷ ചോദിക്കുന്നു. അമ്മയെ വിവാഹം കഴിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കണമെന്ന് മൂത്ത മകൾ രേവതിയും പ്രതികരിച്ചു. അമ്മയുടെ പണത്തിനെയോ പ്രശസ്തിയോ സ്നേഹിക്കുന്ന വ്യക്തിയല്ല അമ്മയുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഒരാൾ വന്നാൽ ആ ആലോചന ഉറപ്പായും തള്ളിക്കളയും. അല്ലാതെ അമ്മയെ സ്നേഹിക്കുന്ന, നന്നായി നോക്കുന്ന ഒരാൾ വന്നാൽ ഞങ്ങൾ ഉറപ്പായും സ്വീകരിക്കും. അമ്മയ്ക്ക് ശരിക്കും ആളുകളെ മനസ്സിലാക്കാൻ ഇപ്പോഴും അറിയില്ല. മണ്ടത്തരങ്ങൾ ചെയ്യല് എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടുണ്ടെന്നും മകൾ രേവതി പറഞ്ഞു. ഇതിന് നിഷ പറഞ്ഞത്, ഞാൻ വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിച്ചു പോകും. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്നെ പറ്റിക്കുന്നു എന്ന് മനസ്സിലായാൽ പോലും ഞാൻ കണ്ടില്ലെന്ന് വെക്കും. എനിക്ക് അവരെ ഇഷ്ടമാണല്ലോ, അപ്പോൾ ഞാൻ അതൊന്നും കണ്ടില്ലെന്ന് വെക്കും എന്നാണ് നടി പറഞ്ഞത്. പണം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നമുക്കിഷ്ടമുള്ളപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സന്തോഷമാണ് ലഭിക്കുന്നത്. അവിടെ നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഒരാളെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും സഹായിച്ചതല്ലേ എന്ന സന്തോഷമാണ് നമുക്കുണ്ടാവുക. സാമ്പത്തിക കാര്യത്തിൽ ആരെങ്കിലും പറ്റിച്ചാലും ഞാൻ ഒന്നും പ്രത്യേകിച്ച് പരാതി പറയില്ല. കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് അത്രയും സന്തോഷമാണ്. ആരെങ്കിലും പറ്റിച്ച സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ആരെങ്കിലും പറ്റിച്ചാലും ഞാൻ മക്കളോട് പറയും, ഇനി അത് തിരിച്ചു പ്രതീക്ഷിക്കണ്ട എന്ന്. അവർ കൊണ്ടുപോയിക്കോട്ടെ. നമുക്ക് അതിനേക്കാൾ വലുത് ദൈവം നമുക്ക് കരുതി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുള്ളതെന്നും നിഷ സാരംഗ് വെളിപ്പെടുത്തി.